ചിരിക്കാനുണ്ട്. ചിരിക്കാൻ കോമഡിയൊക്കെ നല്ലവരുണ്ട്. നല്ല പടം, ഗംഭീര പടം, നല്ല സിനിമാറ്റോഗ്രാഫി, നല്ല പടം. അങ്ങനെ മൊത്തത്തിൽ കഥയൊക്കെ എങ്ങനെ ഉണ്ടായി? അത് നല്ല തിരക്കഥ, നല്ല സ്ക്രിപ്റ്റിങ്, റൈറ്റിംഗ്, സംവിധാനം, സിനിമാറ്റോഗ്രാഫി, നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്. സൂപ്പർ, നല്ല സിനിമയാണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായി? പെർഫോമൻസ് എല്ലാവരുടെയും കറക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. അസീസിക്കൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ സുഹൃത്ത് റിഞ്ചു എന്ന് പറഞ്ഞ ഒരാൾ അഭിനയിക്കുന്നത്. മൊത്തത്തിൽ കാസ്റ്റിംഗ് എല്ലാം ഡയറക്ഷൻ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. വിവിൻ ദാസിന് നല്ലൊരു സെലക്ഷനാണ് വാഴ കഴിഞ്ഞിട്ടുള്ളത്. കോമഡിയാണ്. പിന്നെ നല്ലൊരു ഇതിനായിട്ട് വരാത്തൊരു ടീം പ്രത്യേകം എടുത്തിട്ടുണ്ട്. ഡാർക്ക് ആവാൻ പറ്റിയൊരു ടീമിനെ ഭയങ്കര രസമായിട്ട് അതിൻ്റെ ഒത്തുകൂട്ടം നർമ്മം ചോരാത്ത രീതിയിൽ ഭയങ്കര രസമായിട്ട് അവതരിപ്പിച്ചു. ഉണ്ടായി മൊത്തത്തിൽ തിയേറ്ററിലെ ആൾക്കാരുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കണ്ടില്ല. കണ്ടില്ലേ? കാണുന്നുള്ളൂ. അല്ല ഇപ്പോ എങ്ങനെയുണ്ട് എല്ലാവരും പ്രതികരണങ്ങളൊക്കെ? നല്ല പ്രതികരണം, അടിപൊളി പ്രതികരണം. നമ്മളെ സിനിമാക്കാരല്ല, പുറത്തുള്ളവർ ബന്ധം നല്ല പ്രതികരണം. വാഴ പോലൊക്കെ തന്നെയാണോ അതോ നമ്മുടെ വാഴ പോലൊക്കെ ആണോ അതോ അതിൽ നല്ല വാഴ പോലെ അതാണ് കോമഡിയൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത്? ഇതാണ് വാഴ. എനിക്കിഷ്ടപ്പെട്ടു പടം. ആക്ടർ നോബി കുറച്ചാൽ മുമ്പ് പറഞ്ഞായിരുന്നു സ്ക്രിപ്റ്റ് നല്ലതാണ്. പിന്നെ യാതൊരു ലാഗ് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഫാമിലി കോമഡി സെൻറ്റിമെൻറ്റ്സ് മറ്റു വാഴ പോലെ ത്രൂ ഔട്ട് കോമഡിയാണ്. പിന്നെ എല്ലാവരും ചെയ്തത് അസീസ് ആണെങ്കിലും നോബി ആണെങ്കിലും അതാണ് കോമഡിയാണ്. ജോമോനും ഇതുപോലെ കോമഡിയാണ് ചെയ്തത്. ലാഗ് സപ്പോർട്ട് വരില്ല. പിന്നെ മല്ലിക സുകുമാരനാണ് അനശ്വര പറഞ്ഞാൽ ഭയങ്കര കഴിവുള്ള നടിയാണ്. ഭാവിയിൽ ദക്ഷിണാണ് ഞാൻ പറയേണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. ക്രിസ്ത്യാനോ ഉയർന്നതാണ്. വാഴ അത്ര ഹിറ്റാവുന്നറിയില്ല, എന്നാലും ഹിറ്റാവേണ്ട പടമാണ്.